പ്രൈസ് ഗോഡ്. ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ അത് ഒരു പുത്രൻ, ഒരു കുടുംബത്തിൽ ഒരു മകനുണ്ടാകുന്നതിൻ്റെ ബേസിലാണ് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത്, അല്ലേ? ദൈവത്തിൻ്റെ മകൻ. പക്ഷേ വചനം പറയുന്നത്, കർത്താവിനെ പറ്റി പറയുന്നത് എന്തുവാണ്? ഈ യേശു എന്ന് പറയുന്നത് ദൈവം മനുഷ്യരൂപത്തിൽ എങ്ങനെ ഇരിക്കും അതാണ് കാണിച്ചു തന്നിരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു 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 ചാക്കോച്ചാന് അമ്മണി അമ്മാമേൽ തങ്കപ്പൻ എന്ന് പറഞ്ഞൊരു മോനുണ്ടായി, അല്ലേ? അത് അവരുടെ മകനാണ് എന്ന് പറഞ്ഞ പോലല്ല ദൈവപുത്രനെന്ന് യേശുവിനെ പറയുമ്പോൾ അങ്ങനെയല്ല, മാനുഷികമല്ലത്. അതുകൊണ്ടാണ് പറയാം, അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 1:14 പറയുന്നത് എന്തോ, വചനം ജഡമായി തീർന്നു, അല്ലേ? ആ വചനം ജഡമായതാണ്. മനുഷ്യരൂപത്തിൽ ദൈവം ഇരുന്നാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഈ യേശു ക്രിസ്തു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു എന്ന് വെച്ചാൽ ഇതൊരു സെപ്പറേറ്റഡ് കാര്യമല്ല. സ്തോത്രം. അപ്പോൾ കൊലോസ്യർ 2:9 പറയുന്നുള്ള അവനിലല്ലോ ദൈവത്തിൻ്റെ സമ്പൂർണതയും ദേഹരൂപവുമായി വസിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ഫുൾ ക്വാളിറ്റി ഒരു ദേഹത്തിൽ വസിച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് യേശു. ഹല്ലേലൂയ. അപ്പം ഈ ക്രിസ്തുവാണ്, ഈ ആത്മാവാണ്, ഇതാണ് നമ്മൾ നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ എന്താ പറയുന്ന, പൂർണ്ണമായിട്ടും നമുക്ക് ഒരു കർത്താവിൻ്റെ ഹിതത്തിനൊത്തവണ്ണം സറണ്ടറായിട്ട് നിൽക്കുമ്പോൾ കർത്താവ് എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. കാര്യം ഇതാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും കണ്ട് പേടിച്ചേരണ്ട്, അയ്യോ എങ്ങനാവും എന്താവും, ഒന്നും വ്യാകുലപ്പെടണ്ട. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം എന്ന് പറയുന്നത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതാണ്. ഹല്ലേലൂയ. സാഹചര്യത്തെപ്പറ്റി ഒന്നും വ്യാകുലപ്പെടരുത്. കർത്താവ് വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.